നമസ്കാരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ പേഴ്സണൽ സ്റ്റാഫിൽ വിവാദ നിയമനം. ജമാഅത്തെ ഇസ്ലാമി നേതാവിന് മന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചതാണ് വിവാദമാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മലപ്പുറം മുൻ ജില്ലാ പ്രസിഡന്റായ കെ അഷ്റഫിനെയാണ് മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസ് അറ്റൻഡന്റ് പദവിയിലാണ് അഷ്റഫിന് നിയമനം നൽകിയിരിക്കുന്നത്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഷ്റഫ് നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. വെൽഫെയർ പാർട്ടി നേതാവിനെ ഉന്നത സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക സർക്കാർ ഉത്തരവ് പുറത്തുവന്നതോടെയാണ് ലീഗ് അണികൾക്കിടയിൽ അമർഷം പുകയാൻ തുടങ്ങിയത്. പാർട്ടിക്കായി രാപ്പകലില്ലാതെ അധ്വാനിച്ച അണികളെയും യുവജന നേതാക്കളെയും അവഗണിച്ച് വെൽഫെയർ പാർട്ടി നേതാവിനെ മന്ത്രിയുടെ ഓഫീസിൽ പ്രതിഷ്ഠിച്ചത് വലിയ വഞ്ചനയാണെന്നാണ് പ്രവർത്തകരുടെ പക്ഷം. എന്നാൽ വിവാദം കനത്തതോടെ അഷ്റഫിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചിരുന്നില്ല എന്നും ബയോഡേറ്റ ലഭിക്കുകയായിരുന്നു എന്നുമാണ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ വിശദീകരണം. പ്രസ്തുത പദവിക്ക് അനുയോജ്യനായ വ്യക്തിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിയമനം നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എങ്കിലും മന്ത്രിയുടെ ഈ ന്യായീകരണത്തിൽ പാർട്ടിയിലെ യുവനേതാക്കൾ തൃപ്തരല്ല. സ്റ്റാഫിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് MSF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്ന ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ ഈ നിയമനം എന്നത് ശ്രദ്ധേയമാണ്. മുന്നണി അധികാരത്തിലെത്തിയതു മുതൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് വൻ അതൃപ്തി നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയുടെ പോഷക സംഘടനകളെ തിരിഞ്ഞു നോക്കാതെ പുറത്തുനിന്നവർക്ക് വാരിക്കോരി നിയമനം നൽകുന്നുവെന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. യൂത്ത് ലീഗ് MSF തുടങ്ങിയ പോഷക സംഘടനകളിൽ നിന്നും അയോഗ്യരായ ആരെയും മന്ത്രിമാർ പരിഗണിക്കുന്നില്ലെന്ന പരാതിയുമായി നിരവധി പ്രവർത്തകരാണ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ചോരയും നീരും നൽകിയ ചെറുപ്പക്കാരെ അവഗണിച്ച് വിരുദ്ധ ആശയക്കാരായ സംഘടനകളെ ആളുകളെ സ്വന്തം ഓഫീസുകളിൽ കുടിയിരുത്തുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് അണികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് ചേർന്ന യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. പാർട്ടി അണികളുടെ പ്രതിഷേധം കനത്തതോടെ ലീഗിന്റെ 5 മന്ത്രിമാരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിക്കണമെന്നും വിഷയത്തിൽ പാർട്ടി നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്നും യോഗത്തിൽ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സ്റ്റാഫ് നിയമനത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകുമെന്നും പോഷക സംഘടനകളെ കൂടി പരിഗണിക്കുമെന്നും ലീഗ് നേതൃത്വം പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ്. കഴിഞ്ഞ ഭരണകാലങ്ങളിലുണ്ടായ ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു നേതൃത്വത്തിന്റെ ഈ മുൻകരുതൽ നടപടി. ഇതിനായി PMA സലാം, റഷീദ് അലി തങ്ങൾ എന്നിവരടങ്ങുന്ന പ്രത്യേക സമിതിയെ പാർട്ടി നിയോഗിക്കുകയും ചെയ്തു. ഈ സമിതിയുടെ മേൽനോട്ടത്തിൽ താഴെത്തട്ടുള്ള കമ്മിറ്റികൾ മുതൽ പാർട്ടി സംവിധാനം കൃത്യമായി പരിശോധിച്ചാണ് നിയമനങ്ങൾ നടത്തുക എന്നായിരുന്നു വാഗ്ദാനം. പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ കൃത്യമായി പരിശോധിച്ച ശേഷമായിരുന്നു നിയമനത്തിനായുള്ള അർഹരായവരുടെ പട്ടിക ഈ സമിതി തയ്യാറാക്കി നൽകിയത്. എന്നാൽ പാർട്ടി സമിതി സമർപ്പിച്ച പട്ടികയിൽ നിന്നും ഒരാളെ പോലും മന്ത്രിമാർ പരിഗണിച്ചില്ലെന്ന് യൂത്ത് ലീഗ് MSF നേതാക്കൾ ആരോപിക്കുന്നു. പാർട്ടി സമിതി തയ്യാറാക്കിയ പട്ടിക കാറ്റിൽ പറത്തി സ്വന്തം ഇഷ്ടപ്രകാരം വിരുദ്ധ പ്രത്യയശാസ്ത്രമുള്ള പാർട്ടി നേതാക്കളെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരികെ കയറ്റിയ മന്ത്രിമാരുടെ നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പടലപ്പിണക്കങ്ങൾ ഉടലെടുക്കുമെന്നാണ് സൂചന. വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളെ തിരികെ കയറ്റിയ മന്ത്രിമാരുടെ നടപടിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉണ്ട്.